ഇന്ന് ബർഗർ ബൺ കൊണ്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സാധാരണ ബർഗർ പാറ്റീസ് വെച്ചിട്ട് ബർഗറല്ലേ ഉണ്ടാക്കുന്നത്, ഇന്നൊരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാം. ബർഗർ പാറ്റീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു ഹോൾ ചിക്കൻ വാങ്ങിയിട്ട് അതിൽ നിന്നും എടുത്തതാണിത്. ഇതിലൊരു ചെറിയ ടെൻഡർ ബോണുണ്ട്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് എടുത്ത് മാറ്റാം. അടുത്ത പീസ് എടുക്കുന്നത് അത് മീറ്റ് മാത്രമേ ഉള്ളൂ, അതിൽ ബോണൊന്നുമില്ല. ഇതെല്ലാം ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ പീസസ് കടായിലേക്കിടാം. ഇതെല്ലാം ഞാനിപ്പോൾ എടുക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി വെള്ളമാണ് ഒഴിക്കുന്നത്. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായത് ഒഴിച്ചാൽ മതി. വറ്റിച്ചാണ് എടുക്കേണ്ടത്. വേവിച്ച ചിക്കൻ ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ ആവശ്യമുള്ളത്ര മാത്രം ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇതുപോലെ ഒരു ചോപ്പറിൽ വേണമെങ്കിൽ ഷ്രെഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഷ്രെഡ് ചെയ്തെടുക്കണം. ഇതേമാതിരി ചിക്കനൊക്കെ ഷ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ ഒരെണ്ണം അഡീഷണൽ വാങ്ങി വെക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻസിന് പ്രശ്നം വരത്തില്ല. ഇനി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ എന്താണെന്ന് പറയാം. ഒരു ബൗളിൽ ഷ്രെഡഡ് ചിക്കൻ, അടുത്തതിൽ ലെറ്റസ് ചോപ്പ് ചെയ്തതാണ്, കൂടാതെ സവാള ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം വെച്ചിരിക്കുന്നത് മിക്സിംഗ് ബൗളാണ്. ആദ്യം ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു സ്പ്രെഡ് ഉണ്ടാക്കണം. ഫില്ലിംഗ് എന്നും പറയാം. മിക്സിംഗ് ബൗളിലേക്ക് ആദ്യം ഷ്രെഡഡ് ചിക്കൻ ഇടാം. ഇവിടെ ഇതെല്ലാം കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ അധികമായിട്ടൊന്നും ഉണ്ടാക്കാത്തത്. ലെറ്റസ് അതിലേക്കിടാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മയണൈസാണ്. ഇതെല്ലാം സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമായത് ചേർത്താൽ മതി. ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്, അതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ടാകും. സോ പഞ്ചസാര ഇടേണ്ടി വരില്ല. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ മയണൈസ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചേർക്കാം. ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ ബർഗർ പാറ്റീസ് പെട്ടെന്ന് തീർന്നു പോവും, എന്നാൽ ബർഗർ ബൺ ബാലൻസ് കാണും. അങ്ങനെയുള്ളപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബർഗർ ബൺ വേസ്റ്റ് ആകത്തില്ല. ഇവിടെ എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, പച്ചമുളക് ചേർക്കുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയാണ് സാധാരണ ഈ റെസിപ്പിയിൽ ചെയ്യാറുള്ളത്. വളരെ സിമ്പിൾ റെസിപ്പി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ ഫില്ലിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. ഒരു ബ്രെഡ് നൈഫ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ് നൈഫ് കൊണ്ട് ഈ ബർഗർ ബൺ ഒന്ന് കട്ട് ചെയ്യണം. ബൺ കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യാം. മയണൈസും കൂടി ചേരുന്നത് കൊണ്ട് ബട്ടർ അധികമാകാൻ പാടില്ല. അതിനുശേഷം ആവശ്യമായ ഫില്ലിംഗ് എടുത്ത് അതിൽ സ്പ്രെഡ് ചെയ്യണം. കൂടി പോകാൻ പാടില്ല, ഓവർലോഡ് ആയാൽ അതെല്ലാം പുറത്തേക്ക് ചാടും. ആ ഫില്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമായ മയണൈസ് മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി അത് ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ടൂത്ത് പീക്കിൽ ചെറി പീസൊക്കെ വെച്ച് കുറച്ചുകൂടി ഭംഗിയാക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.